കാശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകണമെന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ ഈ നിർദ്ദേശം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ കാശ്മീരിൽ അധികാരത്തിലെത്തിയെങ്കിലും സംസ്ഥാന പദവി ഇതുവരെ തിരിച്ചു കൊടുത്തില്ല. അതിന് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. നമ്മുടെ ഇപ്പോൾ പഹൽഗാമിൻ്റെയൊക്കെ ആഫ്റ്റർ പഹൽഗാം എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് രാജ്യം നിൽക്കുന്നത്, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരും. അപ്പോൾ ശരിക്കും ഒരു സംസ്ഥാന പദവി കൂടി കിട്ടുമ്പോൾ കുറച്ചുകൂടി അവിടുത്തെ സംസ്ഥാന സർക്കാരിന് ആക്റ്റീവായിട്ട് തന്നെ ഈ പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമായിരിക്കും അല്ലേ സർ? അല്ല, തീർച്ചയായിട്ടും. ഒന്ന്, ഈ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ തന്നെയും ആദ്യത്തെ അവരുടെ ആവശ്യം തിരഞ്ഞെടുപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംസ്ഥാന പദവി തിരിച്ച് കിട്ടണം എന്നാണ്. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം എന്ന വാദത്തിന് ഇപ്പോൾ പഴയ ബലമില്ല. ആർട്ടിക്കിൾ 370 കൊണ്ട് അത് അത്യാവശ്യമാണെന്ന് അവർ പോലും ആവശ്യപ്പെടുന്നില്ല ഇപ്പോൾ. മാത്രമല്ല, ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിൻ്റെ ചില സൗകര്യങ്ങൾ പതുക്കെ പതുക്കെയാണെങ്കിലും കാശ്മീരികൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കാശ്മീരിൻ്റെ സംസ്ഥാന പദവി, സത്യത്തിൽ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിൻ്റെ അന്നത്തെ ഒരു സാഹചര്യമുണ്ട്. അന്നത്തെ സാഹചര്യം ഈ സംസ്ഥാന പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 സുരക്ഷയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ നിരന്തരമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അത് പാകിസ്ഥാനിലെ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നുണ്ട്. പാകിസ്ഥാൻ ഈ കാശ്മീരിൽ തന്നെ ഈ പോറ്റിക്കൊണ്ടിരുന്നവരുണ്ട്. പാകിസ്ഥാനിൽ തന്നെ തൊഴിലായി തീവ്രവാദ പ്രവർത്തനം ഏറ്റെടുത്തവരുണ്ട്. അപ്പോൾ നേരിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധയോടുകൂടി നേരിട്ടുള്ള ഭരണത്തിൽ വന്നാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ പറ്റും എന്ന ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിലാണത് വന്നത്. പക്ഷേ അത് തെറ്റിയിട്ടില്ല എന്ന് വേണം കരുതാൻ. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ അത് കുറവ് വന്നു എന്ന് ലോകം അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് പാകിസ്ഥാൻ മുൻകൈയെടുത്ത് വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അവിടെ നുഴഞ്ഞു കയറി തീവ്രവാദികളെ കയറ്റിവിട്ട് നിരപരാധികളെ കൊല്ലുന്ന പഹൽഗാം ആക്രമണമൊക്കെ ഉണ്ടായത് ആ സാഹചര്യത്തിലാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തീവ്രവാദ പ്രവർത്തനങ്ങൾ പക്ഷേ എണ്ണത്തിൽ അവരുടെ അതിൻ്റെ നൈരന്തര്യത്തിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. തുടർച്ചയായ ഭീകരപ്രവർത്തനം നടക്കുന്നില്ല. പിന്നെ വേറൊന്ന്, അവിടെ ഈ സംസ്ഥാന പദവിയിലിരിക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വോട്ട് ബാങ്ക് എന്ന നിലയിൽ ഈ തീവ്രവാദികളോടുമായിട്ട് നിരന്തരം എൻഗേജ് ചെയ്യേണ്ടി വന്നിരുന്നു. പല ഗ്രൂപ്പുകളുണ്ടല്ലോ തീവ്രവാദികൾ. അതിൽ രണ്ട് തരക്കാരുണ്ട്. ഒന്ന്, കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കണമെന്ന് വാദിക്കുന്നവരുണ്ട്. കാശ്മീർ പാകിസ്ഥാനോടാണ് ചേരേണ്ടത് എന്ന് വാദിക്കുന്നവരുണ്ടായിരുന്നു ആദ്യത്തിൽ. വേറൊന്ന്, സ്വതന്ത്ര കാശ്മീർ വേണം എന്ന വാദക്കാരുണ്ട്. ആസാദ് കാശ്മീർ എന്ന് പറയുന്ന വാദമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് വാദിക്കുന്നവരുമുണ്ട്. അപ്പോൾ പല തരക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ മുഴുവൻ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ കൈകാര്യം ചെയ്ത രീതി പലപ്പോഴും രാജ്യത്തിന് ഗുണകരമായിരുന്നില്ല. അതിപ്പോൾ മെഹബൂബ മുഫ്തിയുടെ, പഴയ സയ്യിദ് മുഫ്തിയുടെ പാർട്ടിയാണല്ലോ മെഹബൂബ മുഫ്തിയുടെ PDP ആയിരുന്നാലും, ഷെയ്ഖ് അബ്ദുള്ളയുടെ, പിന്നീട് ഫാറൂഖ് അബ്ദുള്ളയുടെ, ഇപ്പോൾ ഉമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ആയാലും ഈ പ്രാദേശിക പാർട്ടികളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഈ തീവ്രവാദവും വോട്ട് ബാങ്കും തമ്മിൽ തിരിച്ചറിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിന് അറുതി വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്ഹുഡ് എടുത്തു കളഞ്ഞത് താൽക്കാലികമാണ്. അന്ന് തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ്, താൽക്കാലികമായി എടുത്തു കളയേണ്ടതുണ്ട്. അപ്പോൾ എടുത്തു കളഞ്ഞതുകൊണ്ട് സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഗുണം പ്ലസ് എടുത്തു കളഞ്ഞപ്പോൾ ഉണ്ടായൊരു ഗുണം, പ്രത്യേകമായി കേന്ദ്ര ഗവൺമെൻറ്റിന് ഫണ്ട് അലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അലോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിട്ടുണ്ട്. ടൂറിസം വലിയ തോതിൽ വികസിച്ചിട്ടുണ്ട്. ഭയപ്പാടില്ലാതെ ടൂറിസ്റ്റ് നിക്ഷേപങ്ങൾ, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ട് തരത്തിൽ അതിനെ കാണാം. ഇപ്പോൾ കാശ്മീരിൻ്റെ 370 എടുത്തു കളഞ്ഞപ്പോൾ കാശ്മീരിൽ ആർക്കും ഭൂമി വാങ്ങാമെന്ന് വന്നു. അതിന് നമ്മൾ കൗണ്ടർ ചെയ്യുന്നത്, അവിടെ ഭൂമി വാങ്ങുന്നത് വൻകിട കോർപ്പറേറ്റുകളാണ്. അവരവിടെ ടൂറിസ്റ്റ് ഭൂപടം മാറ്റി എഴുതുന്നു. ശരിയായിരിക്കും, കാശുലോനെ വാങ്ങാൻ പറ്റുള്ളൂ, അത് ശരിയാണ്. അപ്പോൾ എന്തായാലും ടൂറിസം വികസിച്ചു, ആളുകൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് പോലും യാതൊരു നിർഭയം ആളുകൾ കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. അതിനിടയിലുണ്ടായ ഒരു കല്ലുകടിയാണ് സത്യത്തിൽ പഹൽഗാം ആക്രമണം. അതിലും നമ്മുടെ മലയാളിയായ ഒരു രാമേന്ദ്രൻ നായരില്ല, ഇവിടെ കൊച്ചിക്കാരൻ ഒരാൾ പെട്ടുപോയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്,
കാശ്മീരിലേക്ക് പോകാം, പഴയ കാശ്മീർ അല്ല എന്നൊരു ചിന്ത വന്നു. അതാണ് ഒരു പോസിറ്റീവായ കാര്യം. പക്ഷേ ഇടയ്ക്ക് സ്റ്റേറ്റ് ഹുഡ് തിരിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ സത്യത്തിൽ നയപരമായി കേന്ദ്ര ഗവൺമെൻറ് എടുത്ത 2 തീരുമാനങ്ങളും പാളിയില്ല. എന്താ കാരണം? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിൻ്റെ ഗുണം അവിടെ കാണുന്നുണ്ട്. സ്റ്റേറ്റ് ഹുഡ് എടുത്തു കളഞ്ഞതിൻ്റെയും ഗുണം താൽക്കാലികമായി അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ രണ്ടിനും രാഷ്ട്രീയമായി ഗുണമുണ്ടായില്ല. ആലോചിച്ച് നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ചതുപോലുമില്ല. ജമാഅത്തെ ഇസ്ലാമി, കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പാർട്ടികൾക്ക് BJP എന്ന ആലോചിച്ച് നോക്കൂ, BJP എന്ന പാർട്ടിക്ക് പോലും പല സീറ്റുകളിൽ പിന്തുണ കൊടുക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായി. 2, കാശ്മീരിൽ അസംബ്ലി മീൻസ് ഈ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ പോലും അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിലും BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് ആണ് 2ാമത്തെ കാരണം. അപ്പോൾ കാശ്മീരിൻ്റെ സംസ്ഥാന പദവി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ, സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതുകൊണ്ട് BJPക്ക് രാഷ്ട്രീയമായൊരു നേട്ടവും ഉണ്ടായില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് രാഷ്ട്രീയമായി ഇപ്പോഴും യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു സ്റ്റേറ്റായിട്ട് കാശ്മീർ. അതങ്ങനെയാണെങ്കിൽ പിന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന്, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഈ മുറവിളി കൂട്ടാൻ അവസരം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സംസ്ഥാന പദവി തിരിച്ചു കൊടുത്താലും കൊടുത്തില്ലെങ്കിലും രാഷ്ട്രീയമായി BJPക്കും NDAക്കും ദോഷമൊന്നും വരാനില്ല. അപ്പോൾ തിരിച്ചു കൊടുക്കുന്നതും ഒരു പരീക്ഷണകാലം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുകയാണെന്ന് വേണം കരുതാൻ. കാശ്മീരിൻ്റെ സംസ്ഥാന പദവി തിരിച്ചു കൊടുത്തുകൊണ്ടുള്ള ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ വരും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമില്ലാതെ ഐകകണ്ഠ്യേന പാസ്സാക്കാനിടയുള്ള ഒരു ബില്ലാണത്. അതിനെ ആരും കാര്യമായി എതിർക്കാനിടയില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും എതിർക്കുമെങ്കിൽ BJPയും NDAയുമാണ് എതിർക്കേണ്ടത്. അവർ കൊണ്ടുവരുന്ന ബില്ലിനെ എന്തിനു എതിർക്കണം? കാരണം ഇത് ബാക്കിയുള്ളവരൊക്കെ ഈ ഡിമാൻഡ് മുന്നോട്ട് വെച്ചവരാണ്. ഏതെങ്കിലും ഒറ്റപ്പെട്ട കക്ഷികളൊക്കെ ഇനി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. മഹാഭൂരിപക്ഷം, ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ പാസ്സാവാനിടയുള്ളൊരു ബില്ലാണത്. അത് വരട്ടെ. കാരണം കാശ്മീരികൾ ഉണ്ടല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കാശ്മീരിൽ കണ്ട ആശാവഹമായൊരു കാര്യം എന്താ വെച്ചാൽ, പാകിസ്ഥാൻ ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണ് എന്ന് കാശ്മീരികൾക്കും മനസ്സിലായിട്ടുണ്ട്. 47-ൽ അവരുടെ രാജാവായിരുന്ന രാജാ ഹരിസിംഗ് ചെയ്തത് തെറ്റായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന കാശ്മീർ പൗരന്മാർ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കും തിരിച്ചറിഞ്ഞു ഹരിസിംഗിൻ്റെ തീരുമാനമായിരുന്നു ശരി, ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചതാണ് ശരി. അന്നേരത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന പാകിസ്ഥാൻ പട്ടാളത്തെ തോൽപ്പിച്ചോടിച്ചതാണ് ശരി. ആ പോരാട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട POK ഉണ്ടല്ലോ, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, അവർക്കാണ് നഷ്ടം വന്നത് എന്ന തിരിച്ചറിവ് ഉണ്ട്. ഇപ്പോഴും ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദികൾ ഇന്ത്യയുടെ ശത്രുക്കളാണ്, നമ്മുടെ സഹോദരങ്ങളല്ല എന്ന നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ കാശ്മീരിൽ ഈ പെഹൽഗാം ആക്രമണത്തിൽ പോലും ഓർമ്മയില്ലേ, 2 ചിത്രങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അവിടെ ഒന്ന് ഷെയ്ഖ് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു കാശ്മീരി ടൂറിസ്റ്റ് ഗൈഡായ ഒരു പയ്യൻ കണ്ടില്ലേ, തീവ്രവാദികളോട് ഏറ്റുമുട്ടി മരിച്ചു. ഈ 26 പേരിൽ ഒരാൾ ആ കാശ്മീരിയായ പയ്യനാണ്. 1. 2, ഇവിടെ മലയാളിയായ ഒരാൾ കൊല്ലപ്പെട്ടല്ലോ, കൊല്ലപ്പെട്ട രാമേന്ദ്രൻ സാറിൻ്റെ മോള് ആതിര അല്ലേ, എന്തായിരുന്നു അവരുടെ പേര്? ആതിര പറഞ്ഞല്ലോ, കാശ്മീരിലെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ എനിക്ക് 2 ആങ്ങളമാരെ കിട്ടി, സമീറും മുസാഫിറും. സമീറും എന്താണ് പേര്? സമീർ, മുസാഫിർ എന്നീ 2 പേരുള്ള 2 കാശ്മീരി. അവരൊന്ന് ഫ്ലൈറ്റ് കയറി നാട്ടിലേക്ക് വരുന്നത് വരെ അവർക്ക് സംരക്ഷണം കൊടുത്ത്. അതിൻ്റെ അർത്ഥം എന്താ? കാശ്മീരികൾ ഇന്ത്യക്കാരെ സ്നേഹിക്കാൻ തുടങ്ങി, ഇന്ത്യക്കാർ കാശ്മീരികളെയും തിരിച്ചറിയാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ കാശ്മീരികൾക്ക് ഒരു സംസ്ഥാന പദവി വേണം എന്ന് അവർ തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട സമയമാണിത്. എല്ലാ അർത്ഥത്തിലും, രാഷ്ട്രീയമായ കാരണങ്ങളാലും നമ്മുടെ പുതിയ അവബോധത്തിൻ്റെ കാരണങ്ങളാലും കാശ്മീരിൽ ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ പരീക്ഷണങ്ങൾ വിജയമായിരുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിൻ്റെ ഒടുവിലത്തെ തീരുമാനം ഈ സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കാനാണെങ്കിൽ ആ തീരുമാനത്തെ ഇന്ത്യ കൈയടിച്ച് സ്വീകരിക്കും. തീർച്ചയായിട്ടും ഇന്ത്യൻ മാധ്യമങ്ങളും അത് ചെയ്യും, നമ്മളും ആ കൂട്ടത്തിലുണ്ടാവും.